Assalamualaikum, welcome to Zeus Peppercandy. എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു. 2022 ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. 2022 ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ മധുരം കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ എനിക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു കേക്ക് റെസിപ്പി, എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടാറുള്ളത് ഈ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനൊപ്പം ഈസി ആയിട്ട് അധികം ഡെക്കറേറ്റിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് സിഫ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. 3 പ്രാവശ്യം സിഫ്റ്റ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് 2 പ്രാവശ്യം ചെയ്തിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഡയറക്റ്റ് ബാറ്ററിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഏത് ഫ്ലേവറാണോ ആഡ് ചെയ്യുന്നത് അതിനുള്ള എസൻസ് ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ നമ്മൾ മുട്ടയുടെ മണം കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കേക്കിൽ ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ തരിയോടുകൂടിയുള്ള പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ഒറ്റയടിക്ക് ആഡ് ചെയ്യരുത്, എന്നാലേ പഞ്ചസാര നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ആവുള്ളൂ. പഞ്ചസാരയും മുട്ടയും കൂടെ നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്ത് കിട്ടണം. അതാണ് നമ്മുടെ കേക്കിൻ്റെ ഫ്ലഫിനെസ്സിനെ ആശ്രയിക്കുന്ന ഒരു കാര്യം. ഇനി ഇതിനകത്തേക്ക് നല്ല ക്രീമി ആയിട്ട് മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഹാൻഡ് മിക്സറിൻ്റെ യൂസ് അവിടെ നിർത്താം. ഇനി നമുക്കൊരു സ്പാച്ചിലയോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3ാമത്തെ പ്രാവശ്യം സിഫ്റ്റ് ചെയ്തതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 3ഓ 4ഓ ബാച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലും ഈ ബാച്ചായിട്ട്, അതായത് ഓരോ പ്രാവശ്യം മാവ് ആഡ് ചെയ്യുമ്പോഴും പാൽ അല്പം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും ഫാസ്റ്റായി ചെയ്യരുത്. സ്പാച്ചിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ടൊരു കേക്ക് ബേക്കിങ്ങിൻ്റെ റെസിപ്പി വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതല്ല ഇതുപോലെ വിസ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് ഫാസ്റ്റായി ചെയ്യരുത്, പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഓരോ പ്രാവശ്യം മാവ് ഇതിനകത്തിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ അല്പമായിട്ട് പാലൊഴിച്ച് കൊടുക്കുക. ടോട്ടൽ 1/2 കപ്പ് പാല് മതിയാവും. എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് മുട്ട, പാല്, നിങ്ങൾ ബട്ടറാണ് ഓയിലിന് പകരം യൂസ് ചെയ്യുന്നതെങ്കിൽ ബട്ടർ, അതെല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ മിക്സിങ്ങിൻ്റെ സമയത്ത് ഓവർ മിക്സ് ആകാതിരിക്കാനും നോക്കുക. ഓവർ മിക്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുൻപ് തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. ഇനി ഞാനിവിടെ ഒരു 7 ഇഞ്ച് ട്രേയിലേക്കാണ് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ലൈൻ ചെയ്ത ട്രേ ആണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് കളയാൻ വേണ്ടി ഞാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു സ്ക്യൂർ ഇട്ടൊന്ന് ഇങ്ങനെയൊന്ന് സിഗ്സാഗ് മോഷനിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പം അകത്ത് എയർ പോക്കറ്റ്സ് ഒന്നും കാണില്ല, അതിന് വേണ്ടിയാണ് കേട്ടോ. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രീസിൽ പ്രീഹീറ്റ് ചെയ്തിട്ട് ഞാൻ ബേക്ക് ചെയ്യുന്നത് 160 ഡിഗ്രീസിൽ 40 മിനിറ്റ്സ് ആണ് കേട്ടോ. അപ്പോഴെൻ്റെ ഈ ഒരു കേക്ക് കറക്റ്റ് ബേക്കായി കിട്ടുന്നത്. നിങ്ങളുടെ അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നിങ്ങൾക്ക് ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാവുന്നതാണ്. കേക്ക് ബേക്കായി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തെടുത്തിട്ട് ഇതുപോലൊരു വയർ മെഷിലെങ്ങാണോ ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. മാത്രമല്ല നന്നായി തണുത്തതിന് ശേഷം ഒന്ന് ക്ലിംഗ് റാപ്പ് ഇട്ട് അത് അടച്ച് വെക്കുക. കേക്കിൻ്റെ ഉള്ളിൽ ആ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ കേക്കിൻ്റെ മുകളിലത്തെ ലെയർ നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് മാറ്റണം. അത് കൂടാതെ നമ്മൾ തലേ ദിവസം ബേക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുകയാണെങ്കിലും ആ എഗ്ഗിൻ്റെ സ്മെല്ല് മുന്നോട്ട് നിൽക്കില്ല. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ നേരം സോക്ക് ചെയ്യാനായിട്ട് ഞാൻ ഷുഗർ സിറപ്പിന് പകരം ഇവിടെ ട്രെസ്ലെച്ചേസ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് 3 മിൽക്ക് ചേർക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം. 1 കപ്പ് നമ്മൾ ഹോൾ ക്രീം മിൽക്ക് എടുക്കാം, സാധാരണ പാല്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ്. പിന്നെ നിങ്ങൾ ഏത് എസൻസ് ആണോ യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ പിസ്റ്റാഷ്യോ എസൻസ് ആണ്, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു കെച്ചപ്പിൻ്റെ ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി
സാധാരണ ഒരു ബൗളിൽ ഒഴിച്ചിട്ട് സ്പൂൺ വെച്ച് കൊടുത്താലും മതി. നമുക്ക് ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യുന്നത് പോലെ സോക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അതുകൂടാതെ 1.5 കപ്പ് ക്രീമും ഞാനിവിടെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം 1 കപ്പ്, പിന്നീട് 1/2 കപ്പ് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിതിലൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. വാനില പൗഡറാണ് ചേർത്തേക്കുന്നത്. വേണമെങ്കിൽ പിസ്താഷ്യോ എസൻസ് തന്നെ കൊടുക്കാം, പക്ഷേ ഒരുപാട് ആ ഒരു ഫ്ലേവർ വേണ്ട. ഈ ഒരു വാനില എസൻസ് ആകുമ്പോൾ കേക്കിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ബീറ്റ് ചെയ്തിട്ട്, നമുക്ക് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി എല്ലാം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് കേക്ക് ബോർഡിലേക്ക് ഒരല്പം ക്രീം വെച്ചതിന് ശേഷം നമ്മൾ 3ആയിട്ട് കട്ട് ചെയ്ത കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മിൽക്ക് മിക്സ്ചർ ഉപയോഗിച്ചൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലെയറിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കാം. പിന്നെ സാധാരണ ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിന് മുകളിൽ വീണ്ടും കേക്ക് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ മിൽക്ക് മിക്സ്ചർ ഉപയോഗിച്ച് സോക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എത്ര ലെയേഴ്സാണോ വേണ്ടത് അത്രയും വരെ ഇത് ചെയ്യാം. ഞാനിപ്പോൾ 1 kg കേക്കിനുള്ള ഫ്രോസ്റ്റിംഗ് ആട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഫ്രോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കഴിയുന്നതും. ഈ ഒരു കേക്ക് സോക്ക് ചെയ്യാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമും കൂടി നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനെടുക്കുക. നിങ്ങൾക്ക് വൈകുന്നേരമാണ് ഓർഡറെങ്കിൽ രാവിലെ തന്നെ ഫ്രോസ്റ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാലിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇരുന്നാലേ കേക്ക് നല്ലോണം സോക്കായി എല്ലായിടത്തും ആ ഒരു ട്രെസ്ലെച്ചീസ് മിൽക്കിൻ്റെ ഫ്ലേവറും വരുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എത്ര ലെയറാണോ ഇങ്ങനെ ഇതുപോലെ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലെയറും ഇതുപോലെ സോക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ക്രം കോട്ടിങ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു കേക്കിൽ ഫ്രോസ്റ്റിംഗ് സമയത്ത് വേണമെങ്കിൽ ലെയേഴ്സിനിടയ്ക്ക് നമുക്ക് നട്ട്സും കൂടെ പൊടിച്ചിടാം. പിസ്താഷ്യോ തന്നെ പൊടിച്ചിടാം. അതുപോലെ കേക്കിൻ്റെ ഫ്ലവറിൻ്റെ കൂടെയും 1/4 കപ്പ് പിസ്താഷ്യോ പൗഡറും കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ എസൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം നമ്മളൊരു 30 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു സമയത്ത് ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്താഷ്യോ എസൻസും ചേർക്കാം. ഞാനിവിടെ ഗ്രീൻ കളറാണ് ചേർത്തേക്കുന്നത്. ഇനി ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അല്പം ക്രീം, അതായത് വിപ്ഡ് ക്രീം അല്പം എയർ പോക്കറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണും. അതായത് ഒന്ന് സ്റ്റിഫായി പോകുന്ന പോലെ തോന്നും. അങ്ങനെയുള്ള സമയത്ത്, അതായത് ഓവർ ബീറ്റായി കഴിയുമ്പോഴാണ് മിക്കവാറും അങ്ങനെ സംഭവിക്കുന്നത്. ആ ഒരു സമയത്ത് 1-2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്ത് ഈ വിപ്ഡ് ക്രീം ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യേണ്ട, ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. നമുക്ക് നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടും കേട്ടോ. അപ്പോൾ ആ എയർ ബബിൾസ് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഫ്രോസ്റ്റിംഗ് നടക്കത്തില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ നമ്മുടെ ഓരോരുത്തരുടെയും കലാവാസന അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ സൈഡിൽ ഇതുപോലെ ഗ്രൂവ്സ് ഉള്ളൊരു സ്ക്രേപ്പർ വെച്ചൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈൻ, അത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അതായത് ഡയറക്റ്റ് കേക്കിൽ വരയ്ക്കാൻ പറ്റുന്നെങ്കിൽ ഈ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ചോപ്പ് സ്റ്റിക്കോ ഉപയോഗിച്ച് ഇതുപോലെ വരയ്ക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. ഡയറക്റ്റ് അങ്ങ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്താൽ മതി. എനിക്ക് ഒരു ഡിസൈൻ ഞാനിപ്പോൾ കേക്കിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടൂത്ത് പിക്ക് കാണാൻ വെച്ചൊന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ സ്ക്യൂർ വെച്ചൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഈ വരയ്ക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ലേ, നിർബന്ധമല്ല. നമുക്ക് ഡയറക്റ്റ് കേക്കിൽ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇനി ഒരു സിപ്പർ ലോക്കിൽ ഞാൻ ഏത് കളറാണോ നമുക്ക് ക്രീം ആവശ്യം ആ കളറിലെ ക്രീം എടുത്തിട്ടിട്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഹോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോ അതല്ലെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിലോ കോണാക്കി വെച്ചിട്ട് നമുക്ക് ഏറ്റവും ചെറിയ നോസിലല്ലേ, ഈ ഒരു നോസിൽ, ആ ഒരു നോസിലും വേണമെങ്കിൽ ക്രീം നിറച്ച് കൊടുക്കാം. എനിക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വന്നത് നമ്മൾ സിപ്പർ ലോക്കിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോഴാണ് കേട്ടോ.
അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ഈ ഒരു കേക്കിന് നമുക്ക് ഒരു ടൂൾസും ആവശ്യമില്ല, ഒരു പെയിൻറ്റ് ബ്രഷ് മാത്രം മതി. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ സിപ്പർ ലോക്കിലോ ചെറിയൊരു ഹോളിട്ട് കൊടുത്താൽ നമ്മുടെ ഡെക്കറേറ്റിംഗ് ടൂൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തിനി ഡിസൈൻ കൊടുക്കാം. നമ്മൾ ഈ വരച്ച് വെച്ചേക്കുന്ന ആ ഒരു ഡിസൈനിന് മുകളിലേക്ക് ഞാനിവിടെ റെഡ് കളർ, സൂപ്പർ റെഡ് കളർ ചെറിയൊരു ഡ്രോപ്പ് ആഡ് ചെയ്തേക്കുന്ന ഒരു ഡാർക്ക് പിങ്ക് കളർ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ കേക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ. ആദ്യം ഫ്ലവറിനൊരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഞാൻ താഴെ ഒരു ലെയർ വീണ്ടും ഒരു പിങ്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അതിന് താഴെ വൈറ്റ് കൊണ്ട് ഒരു ജസ്റ്റ് ഒരു താഴെ പെറ്റൽസിന് താഴെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്യാനേ ഉള്ളൂ. ഞാൻ ചെയ്ത രീതി മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു പെയിൻറ്റ് ബ്രഷ്, ഇതുപോലത്തെ ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് താഴോട്ടൊരു സ്ട്രോക്ക് കൊടുക്കുക. നമ്മൾ സാധാ പെയിൻറ്റിങ് ചെയ്യില്ലേ, ക്യാൻവാസിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ വൈറ്റും മുകളിലത്തെ ലെയറും രണ്ടാമത്തെ ലെയറും കൂടെ മേർജ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ താഴോട്ടൊരു സ്ട്രോക്ക് കൊടുത്ത് എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ത്രെഡ് എംബ്രോയിഡറി പോലെ തന്നെ വരും. വളരെ എളുപ്പമാണ്. നമുക്ക് ഒരുപാട് ഡിസൈൻ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ എലഗൻ്റ് ആയിട്ടുള്ളൊരു കേക്ക് ഡിസൈൻ തന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ലീഫ് അതുപോലെ ഔട്ട്ലൈൻ ഒരു ഗ്രീൻ കളറിൽ കൊടുത്തതിന് ശേഷം ഞാൻ അകത്ത് വൈറ്റ് കൊണ്ട് ചെറിയൊരു രണ്ട് സൈഡിലും വൈറ്റിൻ്റെ ഒരു വൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ലീഫിൻ്റെ വെയിൻസ് പോലെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സാധാരണ റൈറ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു നോസിലാട്ട് എടുത്തേക്കുന്നത്. അതിന് ആവശ്യമില്ല. സിപ്പർ ലോക്കിൽ ചെറിയൊരു ഹോളിട്ട് കൊടുത്താലും മതി, ഞാൻ മുൻപ് പറഞ്ഞ പോലെ. നടുക്കൊരു ബീഡ്സിൻ്റെ എഫക്റ്റ് കിട്ടാൻ ഞാൻ അതേ ടിപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചെറിയൊരു മുത്ത് പോലെ കൊടുക്കുന്നുണ്ട്. ഇതും നോസിലില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ലീവ്സ് ഇതുപോലെ പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കേക്കിന് ചുറ്റും ഒരു ബീഡ്സിൻ്റെ ഡിസൈൻ കിട്ടാനായിട്ട് ആ ഒരു വൈറ്റ് ചെറിയ ടിപ്പില്ലേ, അത് ഉപയോഗിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ബീഡ്സിൻ്റെ ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടിപ്പ് തന്നെ വേണമെന്നില്ല. മുൻപ് പറഞ്ഞ പോലെ പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ സിപ്പർ ലോക്കിലോ ചെറിയൊരു ഹോളിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് ചുറ്റും നല്ലൊരു ഡിസൈൻ തന്നെ കിട്ടും. നല്ലൊരു എലഗൻറ്റ് ലുക്കുള്ളൊരു കേക്കാണിത്. ഇതേ ഡിസൈൻ തന്നെ ഞാൻ താഴെ ബോട്ടം പാർട്ടിലൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കേക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മുത്ത് വീണ് കിടക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആ ഒരു സ്പേസിൽ നമുക്ക് റൈറ്റ് ചെയ്യാം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കാണ്, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു കേക്ക് ഒരു അല്പം നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം എപ്പോഴും ഉപയോഗിക്കുന്ന കേട്ടോ നല്ലത്. കാര്യം നന്നായിട്ട് സോക്കാവണം മിൽക്കെല്ലാം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ഒരു നിമിഷം വരെ നിങ്ങൾ ക്ഷമയോടെ വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ 2022 ഈ ഒരു കേക്ക് പോലെ മധുരം നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ അനദർ വീഡിയോ. ബൈ ഫ്രം സൂസ് Peppercandy.